ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡ്രൈവ് ആൻഡ് ഫുഡ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു ചെറിയൊരു സെലിബ്രേഷൻ വീഡിയോ ആണ്. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ശിവാനിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കേക്കിൻ്റെ റെസിപ്പിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കേക്കാണ്. ഞാനിപ്പോൾ അതിനായിട്ടൊരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തിളപ്പിച്ച് ചൂടാറിയ പാലാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കോഫി പൗഡറാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നെസ്കഫേയുടെയാണ് യൂസ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ചോക്ലേറ്റ് കേക്കാണ്. മുട്ട യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്. നമ്മൾ സാധാ അളവ് കപ്പിന് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിലേക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. 1/3 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ പിന്നെ വേണ്ടത് ഓയിലാണ്. അത് 1/3 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളിനി ബീറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് അടിക്കരുത്. ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇതുപോലെ വിസ്ക് തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ മൈദ നേരത്തെ നല്ലതുപോലെ അരിച്ചെടുത്തതാണ്. എന്നാലും നമുക്ക് ചേർക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. കൊക്കോ പൗഡറൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ നല്ലതുപോലെ അരിച്ചെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ നല്ല കട്ടയുണ്ടാവും. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കോഫി പൗഡർ മിക്സ് ചെയ്ത് എടുത്തു വെച്ച പാലും കൂടി ചേർത്ത് കൊടുക്കാം കുറേശ്ശെയായിട്ട്. ബാക്കിയുള്ള പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ട്രേയിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ 8 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഈ ബാറ്റർ അതിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ട്രേയുടെ ബേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിനായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുകയാണ്. ഇതിനകത്ത് ബട്ടർ യൂസ് ചെയ്യുന്നവർക്ക് ബട്ടർ യൂസ് ചെയ്യാം. അതല്ല ഓയിലാണെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. ഇനി നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കേക്ക് ട്രേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ലതുപോലെ എയർ ബബിൾസ് ഉണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഓവനല്ല യൂസ് ചെയ്യുന്നത്. ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബേസിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ ട്രേ ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. കേക്ക് ട്രേ നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് വെക്കേണ്ട. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കേക്ക് ട്രേ ഇതിലേക്ക് വെക്കാം. ഇപ്പോൾ ഞാൻ കേക്ക് ട്രേ ഇതിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 40 മുതൽ 50 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 30 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയതിന് ശേഷം ബേക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് റെഡി ആയോ എന്നൊന്ന് നോക്കാം.
ഇത് കണ്ടില്ലേ, നല്ല ക്ലീനാണ്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ക്രീമൊക്കെ തേക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. ഞാനിപ്പോൾ അതിനായിട്ടൊരു ഹാഫ് ബാർ ചോക്ലേറ്റ് ഇതുപോലെ പീസായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ബോയിലിംഗ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ബൗൾ വെച്ചിട്ടുണ്ട്. ഇത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടും. അപ്പോൾ ഇത് ഇവിടെ നിന്ന് മെൽറ്റ് ആവട്ടെ. നമുക്കിതൊന്ന് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്. നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കോഫി പൗഡർ, അതുപോലെ തന്നെ 1 സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4 സ്പൂൺ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബീറ്റർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല, വിസ്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വിസ്ക് കുറച്ചധികം നേരം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം വിസ്ക് യൂസ് ചെയ്തിട്ട്. എന്നാലാണ് നമുക്ക് ആ ക്രീമിൻ്റെ കറക്റ്റ് ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കരുത്. ഇപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ക്രീം തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫസ്റ്റ് കട്ട് ചെയ്ത പീസ് വെച്ച് കൊടുക്കാം. നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് ഇപ്പോൾ നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് കേക്കിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടി ഒന്ന് കട്ടാവുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം കേക്കിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എഴുതിയത് കുറച്ച് മോശമായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി സെലിബ്രേഷൻ്റെ വീഡിയോ നമുക്ക് കാണാം.